പരിപ്പ് കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. 1 കപ്പ് തൂരപ്പരിപ്പാണിത്. ഇതൊരു കപ്പുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി 1 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 വലിയ തക്കാളി സ്ലൈസ് ആക്കി എടുക്കണം, ഒരു ചെറിയ സവാള സ്ലൈസ് ആക്കിയത്, പിന്നെ 4-5 പച്ചമുളക് നടു കീറി വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മല്ലിയില, പിന്നെ കറി തൂമിക്കാൻ ആവശ്യമായിട്ട് 1 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഇങ്ങനെ ചെറുതായി അരിഞ്ഞെടുക്കണം. പിന്നെ 2 കഷ്ണം ചുവന്ന മുളക്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇനി ഒരു കുക്കർ എടുത്തിട്ട് ഇതിലേക്ക് പരിപ്പിട്ട് കൊടുക്കാം. പരിപ്പിൻ്റെ കൂടെ 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. മഞ്ഞളും ഉപ്പ്, തക്കാളി, സവാള, പച്ചമുളക് ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ക്ലോസ് ചെയ്തിട്ട് ഒരു 4 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കണം. പരിപ്പൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കണം. പിന്നെ പ്രഷർ റിലീസ് ആവണ വരെ ഇത് തുറക്കാതിരിക്കാം. അങ്ങനെ അതാ 4 വിസിൽ അടുപ്പിച്ചിട്ട് പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. പ്രഷറൊക്കെ റിലീസായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് വീണ്ടും ഇതൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് പരിപ്പെല്ലാം നന്നായിട്ട് ഉടച്ചെടുക്കണം. പിന്നെ ഈ കറീൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. ചിലർക്ക് നല്ല കട്ടിയുള്ള കറിയാണ് ഇഷ്ടം, ചിലർക്ക് കുറച്ച് ലൂസായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞങ്ങളിതിൽ കുറച്ചും കൂടിയും 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം. ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടിയും കട്ടിയാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് വീണ്ടും തിളപ്പിച്ചെടുക്കാം. രണ്ട് മിനിറ്റോളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. എന്നിട്ട് കറി താളിക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി വെക്കണം മീഡിയം ഫ്ലെയിമിൽ. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായ എണ്ണയിലേക്ക് കടുകും ചെറിയ ജീരകവും ഇട്ട് കൊടുക്കാം. കടുകും ജീരകവും നന്നായിട്ട് സ്പ്ലട്ടർ ആയതിനു ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആക്കിയെടുക്കണം. അപ്പോൾ ഇതാ വെളുത്തുള്ളിൻ്റെ കളർ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേപ്പിൻ്റെ ഇലയും ചുവന്ന മുളക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളെ പരിപ്പ് കറി തയ്യാറാണ്, റെഡിയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്, പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണ്. ചോറിനും ചപ്പാത്തിക്കും പറ്റിയൊരു കറിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഞങ്ങളെ അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.